തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാരസെറ്റാമോളാണ്. അപ്പോൾ ചില ടൈമിൽ പാരസെറ്റാമോൾ എടുത്തു കഴിഞ്ഞാലും തലവേദന മാറാതെ തന്നെ നിൽക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായത് ഏത് ടൈപ്പ് തലവേദനയാണെന്നും അതിൻ്റെ റീസൺ എന്താണെന്നും അറിഞ്ഞതിന് ശേഷം വേണം മെഡിസിൻ എടുക്കാനായിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് തലവേദനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തലയുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഹെഡേക്ക് സാധാരണയായിട്ട് ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ്, അല്ലെങ്കിൽ സ്ക്രീൻ യൂസേജ് കൂടുമ്പോൾ ലൈക്ക് ഫോൺ, കമ്പ്യൂട്ടർ. തലയുടെ ഒരു സൈഡിൽ മാത്രമായിട്ട് വരുന്ന വേദന നോർമൽ ഹെഡേക്ക് അല്ല, മൈഗ്രെയിൻ ആണ്. തലയുടെ രണ്ട് സൈഡിലായിട്ട് വരുന്ന വേദന പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. മുഖത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉണ്ടാകുന്ന ഹെഡേക്ക് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സൈനസ് ആണ്. നമ്മുടെ നെറ്റിയിലും മൂക്കിൻ്റെ ഏരിയാസിലും കവിളിലും ഒക്കെ നന്നായിട്ട് പെയിനും സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യും. തലയുടെ മുകളിൽ വരുന്ന ഹെഡേക്ക് ഇതിൻ്റെ മെയിൻ റീസൺ ഫുഡും വെള്ളമൊന്നും കിട്ടാതെ ബോഡി നന്നായിട്ട് ടയേർഡായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിനാണ്. തലയുടെ ബാക്കിലായിട്ട് വരുന്ന ഹെഡേക്ക് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പെയിൻ, അല്ലെങ്കിൽ സെർവൈക്കോജെനിക് ഹെഡേക്ക് കഴുത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്പൈൻ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാകുന്നത്.